ഞാൻ ഒരുപാട് നേരം ഇരുന്നു. മനസ്സിലൂടെ ആയിരം ചിന്തകൾ ഓടിമറഞ്ഞു. ദേഷ്യം, വെറുപ്പ്, സങ്കടം, കരുണ, ഓരോ നിമിഷവും ഓരോ വികാരങ്ങൾ എന്നെ കീഴടക്കുകയായിരുന്നു. ഒടുവിൽ ഞാൻ മമ്മിക്ക് ഫോൺ ചെയ്തു. നടന്നതെല്ലാം ഞാൻ മമ്മിയോട് പറഞ്ഞു. തുടക്കം മുതൽ അവസാനം വരെ കുറച്ചുനേരം മമ്മി ഒന്നും മിണ്ടിയില്ല. പിന്നെ ശാന്തമായി ചോദിച്ചു, മോളെ, ഇനി നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, മമ്മി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു വശത്ത് എനിക്ക് അവളോട് അതിയായ വെറുപ്പുണ്ട്. അവൾ എൻ്റെ ജീവിതം തകർത്തവളാണ്. പക്ഷേ മറുവശത്ത് അവൾ ഒരു സ്ത്രീയല്ലേ? ഇന്ന് അപകടത്തിൽപ്പെട്ട സഹായം ചോദിക്കുന്ന ഒരു സ്ത്രീ. ഞാനും ഒരു സ്ത്രീയാണ്. ഞാനും കുറെയൊക്കെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയവളാണ്. തെല്ലൊന്നു നിർത്തി ശ്വാസമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല മമ്മി. മമ്മി വളരെ പതുക്കെ പറഞ്ഞു, മോളെ, എന്താണ് ശരിയെന്ന് നിന്റെ മനസ്സ് പറയുന്നുവോ അത് നീ അനുസരിക്കണം. പക്ഷേ എന്ത് തീരുമാനമെടുത്താലും അത് നന്നായി ആലോചിച്ചായിരിക്കണം. ഒരു നിമിഷം നിർത്തിയതിനു ശേഷം മമ്മി പറഞ്ഞു, ഒരു കാര്യം എപ്പോഴും ഓർക്കണം. മോശം ആളുകളോട് മോശമായി പെരുമാറുന്നതുകൊണ്ട് നമ്മൾ നല്ലവരാകില്ല. നമ്മളും മോശക്കാരാവുകയേ ഉള്ളൂ. നമ്മളെ വേദനിപ്പിച്ചവരായാലും അവർ ആപൽഘട്ടത്തിൽ ഒരു സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കഴിയുന്ന സഹായം ചെയ്യാൻ കഴിയുന്നതാണ് ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം. ആ വാക്കുകൾ എന്നിൽ ആഴത്തിൽ പതിഞ്ഞു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ കിടന്ന് ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. പ്രതികാരവും മനുഷ്യത്വവും മനസ്സിൽ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ പുലർച്ചെ വെളിച്ചം മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലെ ആശയക്കുഴപ്പവും പതിയെ മാറിയിരുന്നു. അന്നേരം ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി മാറ്റിമറിക്കാൻ പോകുന്നതാണെന്ന് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് നേഹയുടെ നമ്പർ ഡയൽ ചെയ്തു. ഒരു റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിച്ചു. പക്ഷേ ഞാനത് ഗൗനിച്ചില്ല. അവൾക്ക് സംസാരിക്കാൻ പോലും അവസരം നൽകാതെ ഞാൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. നേഹ, ഒരു തവണ നിന്നെ സഹായിക്കാം. അത് നീ ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എന്നതുകൊണ്ടല്ല. ഇനി ഒരിക്കലും നീ എൻ്റെ ഫ്രണ്ട് ആവുകയുമില്ല. ഞാനിത് ചെയ്യുന്നത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് കാണിക്കുന്നത് മാത്രം. അതിനപ്പുറം ഒന്നുമില്ല. നീ ചെയ്ത തെറ്റുകൾക്ക് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് ആരെയെങ്കിലും നിന്നെ പീഡിപ്പിക്കുകയോ തടവുകാരിയെപ്പോലെ ജീവിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല. അത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് തോന്നുന്നതു മാത്രം. അതിനാൽ ഇതെന്റെ അവസാനത്തെ സഹായമാണെന്ന് കരുതിക്കോളൂ. ഇതിനുശേഷം നമ്മുടെ വഴികൾ വീണ്ടും വേറെയായിരിക്കും. എന്റെ വാക്കുകൾ കേട്ടതും മറുവശത്ത് കുറച്ചു നിമിഷങ്ങൾ നിശബ്ദത. പെട്ടെന്ന് നേഹയുടെ കരച്ചിൽ ഫോണിലൂടെ കേൾക്കാൻ തുടങ്ങി. എനിക്കാരുമില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. നിന്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാണ്. എനിക്കതിനുള്ള ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. ഞാനൊന്നും മിണ്ടിയില്ല. അവളുടെ കരച്ചിൽ ശാന്തമായി കേട്ടുനിന്നു. എനിക്കറിയാം, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എന്നെ ശിക്ഷിക്കുകയാണ്. നേഹ, ജസ്റ്റ് ലിസൺ. നീ ചെയ്തത് എന്താണെന്ന് എനിക്ക് മറക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലും കഴിയുകയുമില്ല. പക്ഷേ ഒരു തെറ്റിന് പ്രതിഫലമായി ആരും പീഡനം അനുഭവിക്കേണ്ടതില്ല. അവൾ കരച്ചിലിനിടയിലും നിശബ്ദമായി എൻ്റെ വാക്കുകൾ കേട്ടു. നീ ശരിക്കും ആ ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തവണ നിന്നെ സഹായിക്കാം. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നീയാണ്. എനിക്ക് നിന്റെ ജീവിതം ജീവിച്ചു തരാൻ കഴിയില്ല. കുറച്ചു ദിവസങ്ങൾ മാത്രം നീ എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ. കാര്യങ്ങളെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് നിനക്ക് പോകാം. അതിനപ്പുറം ഒരുപാടൊന്നും നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു കാര്യം, നിനക്ക് രാഹുലിൽ നിന്ന് ഡിവോഴ്സ് വേണമെങ്കിൽ അത് നിയമപരമായി തന്നെ ചെയ്യണം. ആദ്യം പോലീസിൽ പരാതി നൽകി വേണമെങ്കിൽ നല്ലൊരു വക്കീലിനെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു കാര്യം നീ ഓർത്തു വച്ചോളൂ, ഞാൻ നിനക്കൊരിക്കലും മാപ്പ് തരില്ല. നീ ചെയ്തതുകൊണ്ട് നഷ്ടപ്പെട്ട വർഷങ്ങളും അനുഭവിച്ച വേദനയും തകർന്ന വിശ്വാസവും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ മാപ്പ് കൊടുക്കാതിരിക്കുക എന്നത് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നല്ല. നീ നേരെ എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നോളൂ.
അഡ്രസ് ഞാൻ സെൻഡ് ചെയ്യാം, നേഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓക്കെ റിയ, താങ്ക് യു സോ മച്ച്. എനിക്കെല്ലാം മനസ്സിലാകും. ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു സഹായം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. വിധി അത് എത്ര വിചിത്രമാണല്ലേ. ഒരിക്കൽ എൻ്റെ ജീവിതം തകർത്ത ആളെ രക്ഷിക്കാൻ ഇന്ന് ഞാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ അവളോട് ക്ഷമിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. മറ്റൊരാളുടെ വേദന കണ്ടിട്ട് കണ്ണടക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ഇന്നവളെ സഹായിക്കുന്നു. ഒരുപക്ഷെ അതാണ് അവളും ഞാനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും. മമ്മി പറഞ്ഞതാണ് ശരി. ഒരു തെറ്റിന് മറ്റൊരു തെറ്റ് പരിഹാരമല്ല. പിറ്റേന്ന് രാവിലെ കോളിംഗ് ബെൽ മുഴങ്ങി. വാതിൽ തുറന്നു. ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പക്ഷേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നേഹയായിരുന്നില്ല. ദേഹത്തെ നീലപ്പാടുകൾ, ചുണ്ടുപൊട്ടി രക്തം കട്ട പിടിച്ചിരിക്കുന്നു, മുഴുവൻ ബാൻഡേജ്. കണ്ണുകളിലെ ആത്മവിശ്വാസം അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം ഭയവും ക്ഷീണവും മാത്രം. ഒരു കാലത്ത് എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന സൗന്ദര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്ന നേഹ ഇന്ന് എൻ്റെ വാതിൽക്കൽ തകർന്ന് ജീവിതത്തോട് പരാജയപ്പെട്ട ഒരു പെൺകുട്ടിയെപ്പോലെ നിൽക്കുകയായിരുന്നു. തൊണ്ട വരണ്ട് എൻ്റെ ശബ്ദം പുറത്തു വരാതെയായി. ആത്മവിശ്വാസത്തോടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്ന നേഹയുടെ ഒരു നിഴൽ പോലെ എൻ്റെ മുന്നിൽ. അകത്തേക്ക് വരൂ, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവൾ പതുക്കെ അകത്തേക്ക് വന്നു. ഓരോ ചുവടിലും ഭയം നിറഞ്ഞിരുന്നു. സെറ്റിയിലിരുന്ന മാത്രയിൽ അവളുടെ നിയന്ത്രണം നഷ്ടമായി. മുഖം കൈകളിൽ പൊത്തി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ വേദനയും ഭയവും കുറ്റബോധവും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല. ചിലപ്പോൾ കരച്ചിൽ തടയുന്നതിനേക്കാൾ അത് മുഴുവൻ കരഞ്ഞു തീർക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത്. മുറിയിലെ നിശബ്ദത ഭഞ്ജിച്ചത് അവളുടെ തേങ്ങലുകൾ മാത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ നേഹ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ കിച്ചണിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി. കുടിക്കൂ. ഒരു കവിൾ വെള്ളം കുടിച്ച ശേഷം അവൾ ഗ്ലാസ് ടീപ്പോയിൽ വച്ചു. കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. ഞാൻ അവളുടെ മുഖത്തെ മുറിവുകളിലേക്ക് വീണ്ടും ഒന്ന് നോക്കി. ചുണ്ടിലെ മുറിവിൽ, കവിളിലെ നീലപ്പാടുകളിൽ, കൈയിലെ ബാൻഡേജ്. അവയൊക്കെ അവൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച വേദനയുടെ മൗനസാക്ഷികളായിരുന്നു. കുറച്ചുനേരം അവളെ നോക്കി നിന്ന ശേഷം ഞാൻ ചോദിച്ചു, നേഹ, ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? എൻ്റെ ചോദ്യം കേട്ടതും അവൾ തല താഴ്ത്തി. കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു.